ഹലോ ഹായ്. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് 31 ശനിയാഴ്ച എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നാണത് എഡിറ്റൊക്കെ ചെയ്യുന്നത്. ഇന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ അച്ഛൻ ട്യൂഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ചോറൊക്കെ വെക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് അച്ഛന് ക്ലാസ് ഇല്ലല്ലോ, ശനിയാഴ്ചയല്ലേ. ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ നമുക്കിന്ന് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാനുണ്ട്. ഇനി പിന്നെ ചൊവ്വാഴ്ച മുതൽ അവന് എക്സാമൊക്കെ തുടങ്ങല്ലേ, അപ്പോൾ പിന്നെ അവനെ കിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്ന് പോകാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ മുട്ട അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ 2 കോഴിമുട്ട ഞാൻ ഇന്നലെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ എല്ലാം ശരിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ പുഴുങ്ങി വെച്ചതാണ്. അപ്പോൾ ഈ പച്ചക്കറി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇതാ അരി തളിച്ചിട്ടുണ്ട്. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. പിന്നെ ഇന്ന് വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു ഇഷ്ടു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ കുക്കറിൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറൊക്കെ എടുത്തിട്ട് അതിലങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അവിയലത്തെ കഷ്ണങ്ങളൊക്കെ വെന്തു. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ അങ്ങ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് തൈര് ചേർക്കുന്നില്ല, കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഈ മുട്ട അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇന്നലെ തോന്നിയതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല, ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ പുളിവെള്ളം ഒഴിച്ചെടുത്ത് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി കുക്കറിൽ ഇഷ്ടൂനുള്ള ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കി ഇടാം. പിന്നെ ഇതാ ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി വെന്തോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വേവുന്ന അരിയായ കാരണം കൊണ്ട് വേഗം വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതങ്ങ് വാർത്ത് വെക്കണം. പിന്നെ നമ്മുടെ അവിയലിക്ക് വേണ്ട അരപ്പുണ്ടല്ലോ, അതിലേക്ക് തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് മാത്രം ചെറിയ ജീരകവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിയലിലൊക്കെയാണ്ട് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോഴേക്കും ഓരോ അടുപ്പ് ഒഴിയുമ്പോഴേക്കും ഓരോന്ന് അതുമ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ ചായ തളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ അവിയലാണ്. അവിയലിലേക്ക് നമ്മുടെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ടല്ലോ, അത് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ അരപ്പുണ്ടല്ലോ അതുകൂടെ അങ്ങ് ചേർത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട അവിയൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ കുടുത മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ കുടുത മീൻ അങ്ങനെ കഴിക്കാറില്ല. മുന്നേയൊക്കെ ഞാൻ വറുത്തതൊക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് എന്തോ ആ മീനിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഏട്ടൻ അതറിയാതെ കുടുത വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മാന്തളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് മാത്രം കുടുത കറി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ മുളകിട്ടിട്ട് കറി വെച്ച് പിന്നെ 2 കഷ്ണം വറുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ ചോറൊക്കെ നീർത്തി വെച്ചു. അതങ്ങ് കാസറോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ മീൻകറി ആയപ്പോൾ മീൻ വറുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഷ്ടയിലേക്ക് വേണ്ട കടുകൊക്കെ വറുത്തിട്ടു. അപ്പോൾ നമ്മുടെ ഇഷ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറായിട്ടുണ്ട്, മീൻകറി ആയിട്ടുണ്ട്, അവിയലായിട്ടുണ്ട്, മീൻ പൊരിച്ചു. ഇനി മുളക് വറുക്കാനുണ്ട് കേട്ടോ. പച്ചമുളക് ഇതുപോലെ ഉണ്ടമുളകൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് വറുത്തെടുക്കും കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ. പിന്നെ നമ്മൾ ലാസ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കി. അപ്പോൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് മാന്തൾ പൊരിക്കാനുണ്ടല്ലോ, അതും കൂടി അതിലങ്ങ് പൊരിച്ചെടുത്താൽ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം അവസാനിച്ചു കേട്ടോ. പിന്നെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങണം. അങ്ങനെ ഞാനും അച്ഛനും റെഡിയായി ഇതാ റോട്ടിൽ കൂടെ നടന്ന് പോവാണ് കേട്ടോ. ഞങ്ങളിന്ന് ബസ്സിനാണ് പോകുന്നത്, വണ്ടിയൊന്നും എടുത്തിട്ടില്ല. കുന്നംകുളത്തേക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് സ്നാക്കും ജ്യൂസും ഒക്കെ ബാഗിൽ സ്റ്റോക്ക് വെക്കും കേട്ടോ. പിന്നെ കുറച്ച് ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ബസ്സിലും കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ മൂഡ് മൊത്തത്തിൽ അങ്ങ് പോകും കേട്ടോ. ഈ വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ള കാരണം കൊണ്ടാണ്. എന്നാൽ ബൈക്കിലാണെങ്കിൽ എത്ര ദൂരം വരെയും പോകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ
ഞങ്ങൾ സംസാരിക്കാതെ ബസ്സിൽ അച്ഛനോട് ഞാൻ പറഞ്ഞ് ഈ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിത് കണ്ണടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ബസ്സിൽ. അങ്ങനെ വേഗം വന്നിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലിൽ കയറി ഹാഫ് ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞ് നമുക്ക് ഫുള്ള് മേടിക്കേണ്ട ഹാഫ് വാങ്ങിച്ചാൽ മതി, എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഹാഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. ബിരിയാണി എന്ന് പേര് തന്നെ ഉള്ളൂ കേട്ടോ, ഒരു മണോ ടേസ്റ്റോ ഒന്നും അധികമൊന്നും ഇല്ല. എന്നെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിശപ്പ് മാറണമല്ലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ മനസ്സമാധാനത്തോട് കൂടിയിട്ട് സ്വസ്ഥതയിൽ എടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല നമുക്ക് വയറ് കത്തി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആദ്യം തന്നെ വയറൊക്കെ ഫുള്ളാക്കി ഞങ്ങളിതാ ഡ്രസ്സൊക്കെ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൽ ഒരു ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചുവിന് ഡ്രസ്സ് എടുത്തു. അപ്പോൾ അവനിങ്ങനെ ഡ്രസ്സിങ് റൂമിൽ ഞാൻ കയറിയിട്ട് ഓരോ ഷർട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ. ദുൽഖർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവന് 2 ഷർട്ടും ഇട്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 2 ഷർട്ടും ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഷർട്ട് അവനെടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, മാക്സിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ കല്യാണിലൊന്ന് കയറാനുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിലും കയറി. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ അങ്ങനെ കുന്നംകുളം റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ഷോപ്പിലും കൂടെ കയറിയിട്ടോ. പിറ്റേ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ്സിലൊക്കെ കയറി നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. 11:30 ബസ്സിന് പോയതാണ് കേട്ടോ. 5 മണിയുടെ ബസ്സിനാണ് തിരിച്ച് വന്നത്. പിന്നെ